യേശുവിൽ പ്രിയമുള്ളവരെ, ഞാനൊരിക്കൽ ബസ് യാത്രയിൽ ഒരു കാര്യം കാണുവാനിടയായി. ബസ്സിൻ്റെ ഏതാണ്ട് നടുഭാഗത്ത് ആണ് അന്ന് ഞാൻ ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിൻ്റെ പുറകുവശത്തു നിന്ന് വലിയൊരു ബഹളം. ആ ബഹളം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരുന്നു. പിന്നീട് അത് വലിയൊരു വെല്ലുവിളിയിലേക്കും ആക്രോശത്തിലേക്കുമൊക്കെ അക്രമത്തിലേക്കുമൊക്കെ കടക്കുവാനായി. ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. അതിലുള്ള യാത്രക്കാർക്കൊക്കെ പോകാനുള്ള തിരക്കുകളൊക്കെയുണ്ട്. പക്ഷേ ബസ് മുന്നോട്ട് പോകാൻ പറ്റില്ല, ഈ പ്രശ്നം കാരണം. അപ്പോൾ അവിടെ ആ സംഭവം എന്താണെന്ന് അറിയാൻ ഞാൻ നടുസീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പുറകിലേക്ക് ചെല്ലുമ്പോൾ കിളിയും ബസ്സിൽ ബെല്ലടിച്ച് വിടുന്ന ആൾ, വേറെ ഒരു അധികം പ്രായമൊന്നും ആയിട്ടില്ല, ഒരു മധ്യവയസ്കുള്ള ഒരാളും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വാദപ്രതിവാദം നടക്കുകയാണ്. കാരണം ഇതാണ്, അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് ബെല്ലടിച്ചില്ല. സ്റ്റോപ്പിൽ നിന്ന് അല്പം മാറിയിട്ടാണ് ബസ് നിർത്തിയത്. ഇതാണ് പ്രശ്നം. എന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ബെല്ലടിക്കാൻ, നീ എന്തുകൊണ്ട് അടിച്ചില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞ് അപ്പോൾ അടിച്ചാൽ ഞാൻ പഠിച്ചപ്പോൾ തന്നെ ഉടനെ തന്നെ ബസ് നിർത്താൻ പറ്റും, അങ്ങനെയുള്ള ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ വാദപ്രതിവാദമാണ്. അപ്പോൾ അങ്ങനെ അത് വലിയ വാക്കേറ്റത്തിൽ വന്നു, കലഹത്തിലേക്ക് വന്നു, അക്രമത്തിലേക്ക് വന്നു. ഞാൻ കാണുന്ന കാഴ്ച, അദ്ദേഹം ബസ്സിൻ്റെ കമ്പിയിൽ തൂങ്ങിയിട്ട് ഇദ്ദേഹത്തിനിട്ട് ചവിട്ടുകയാണ്. അപ്പോൾ കുറേ പേര് കിളിയുടെ കൂടെയുണ്ട്, കുറേ പേര് ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. അങ്ങനെ വലിയ ബഹളം നടക്കുന്ന സമയത്ത് ബസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഈ കലഹത്തിൻ്റെ ഇടയിൽ ഇയാൾ ധരിച്ചിരുന്ന ജപമാല പുറത്ത് ചാടി. അപ്പോൾ ഉടനെ എൻ്റെ മനസ്സിലൊരു ചോദ്യം പെട്ടെന്ന് വന്നു. ഈ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ജപമാല ധരിച്ച ഒരാളല്ലേ? ഈ ചോദ്യം അയാൾ കേൾക്കുകയും പെട്ടെന്ന് കമ്പിയിൽ നിന്ന് പിടിവിട്ട് അദ്ദേഹം ബാക്കിയുള്ള കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പ്രശ്നമൊന്നുമില്ല, എല്ലാവരും പോയി അവിടെ സീറ്റിലിരിക്കുന്നു പറഞ്ഞ് മടക്കി വിട്ടിട്ട് അദ്ദേഹം ആ സ്റ്റോപ്പിലിറങ്ങി പോവുകയും ചെയ്തു. സത്യത്തിൽ അവിടെ സംഭവിച്ചത്, അദ്ദേഹം ആ പ്രശ്നമുണ്ടാക്കാൻ കാരണം എന്തുമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ ന്യായമുണ്ടാകാം, ന്യായമില്ലാതിരിക്കാം, നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും അദ്ദേഹം അത് നിർത്തുവാൻ കാരണമായതിനൊരു കാരണമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരറിവ് അദ്ദേഹത്തിൽ ലഭിച്ചു എന്നുള്ളതാണ്. സാഹിത്യ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞു എന്നൊക്കെ പറയാം. അദ്ദേഹം ആരാണെന്നുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ലഭിച്ചതുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ കലഹം നിർത്തി ഇറങ്ങുവാൻ കാരണമായത്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്രേ ഉള്ളൂ, നിങ്ങൾ ഒരു കൊന്ത ധരിച്ച ആളല്ലേ? ആ കൊന്ത ധരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു മാതൃക നൽകേണ്ടവനാണ്. അതൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കൊന്ത ധരിച്ച ഒരാൾ ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളിൽ പ്രശ്നമുണ്ടാകുന്നതും നാം പ്രശ്നമുണ്ടാക്കുന്നതും നാം ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ അസ്തിത്വം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആരാണെന്ന് ഞാൻ തിരിച്ചറിയണം. പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു കാര്യമുണ്ട്. കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 20-ാമത്തെ വാക്യം, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ ഓരോരുത്തരും വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. എന്ത് വിലയാണ് നമുക്ക് വേണ്ടി ദൈവം കൊടുത്തത്? എന്ത് വിലയാണ് നമുക്ക് വേണ്ടി ഈശോ കൊടുത്തത്? ഈശോ കൊടുത്തത് ഈശോയുടെ ജീവനാകുന്ന വിലയാണ്. അല്ലെങ്കിൽ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടാണ് ഈശോ നമ്മളെ വീണ്ടെടുത്തത്. ഈശോയോളം വില നമുക്ക് നൽകിക്കൊണ്ടാണ് ദൈവം നമ്മളെ വീണ്ടെടുത്തത്. ചുരുക്കി പറഞ്ഞാൽ, ദൈവത്തോളം വിലയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ദൈവത്തോളം വിലയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് എൻ്റെ പെരുമാറ്റ ശൈലികൾക്ക് മാറ്റമുണ്ടാകുന്നത്. ദൈവത്തോളം പ്രാധാന്യം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് നന്നായി ജീവിക്കുവാനായിട്ടുള്ള പ്രചോദനം ലഭിക്കുന്നത്. മറ്റുള്ളവർക്കും ദൈവത്തോളം വിലയുണ്ടെന്ന് കരുതുമ്പോഴാണ് അവരോട് നന്നായി പെരുമാറുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ എന്നോട് തന്നെയും മറ്റുള്ളവരോടുമൊക്കെ മോശമായ രീതിയിൽ പെരുമാറാനും ചിന്തിക്കാനുമൊക്കെ കാരണമായി തീരും. നമുക്കറിയാം, മറ്റുള്ളവർ ദൈവത്തോളം വിലയുള്ളവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ അവരെ നമുക്ക് ചീത്ത വിളിക്കാൻ പറ്റില്ല, അവരെ നമുക്ക് ദ്രോഹിക്കാൻ പറ്റില്ല, അവരെ മാറ്റി നിർത്താൻ പറ്റില്ല, അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം അവർ ദൈവത്തോളം വിലയുള്ളവരാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ. ദൈവം വില കൊടുക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കൈ ശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. കൈ ശോഷിച്ച മനുഷ്യൻ ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ്. അതിന് കാരണമുണ്ട്. രോഗികളായിട്ടുള്ള വ്യക്തികൾ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണെന്നാണ് അന്നത്തെ ധാരണ, അന്നത്തെ വിശ്വാസം. യഹൂദന്മാരുടെ ഇടയിലുള്ള വിശ്വാസം അങ്ങനെയാണ്.
അതുകൊണ്ട് അങ്ങനെയുള്ളവർ നിൽക്കുന്ന ഏറ്റവും ഒരു ദേവാലയത്തിലെ സ്ഥലമാണ് ഏറ്റവും പുറകിലത്തെ സ്ഥലം. ശുദ്ധരക്തമുള്ള ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യഹൂദന്മാർ നിൽക്കുന്ന സ്ഥലമാണ് ദേവാലയത്തിൻ്റെ നടുഭാഗം. ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും അഭിഷേകം ചെയ്യപ്പെട്ടവരുമായിട്ടുള്ള ശുദ്ധരക്തമുള്ള യഹൂദർ നിൽക്കുന്ന സ്ഥലമാണ് ജെറൂസലം ദേവാലയത്തിൻ്റെ നടുഭാഗം. അപ്പോൾ ഇദ്ദേഹം പാപിയായതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നത് കൊണ്ട്, അങ്ങനെ മറ്റുള്ളവർ കണക്കാക്കുന്നത് കൊണ്ട് ദേവാലയത്തിൻ്റെ പുറകിൽ ഈ കൈ ശോഷിച്ച മനുഷ്യൻ നിൽക്കുകയാണ്. ഈശോ കൈ സുഖപ്പെടുത്തുവാനായിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ കൈ സുഖപ്പെടുത്തുവാൻ മനുഷ്യനോട് പറഞ്ഞു, നീ നടുവിലേക്ക് വരിക. അവിടെ വെച്ച് വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കൈ സുഖപ്പെടുത്താമായിരുന്നു. നിൻ്റെ കൈ സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സുഖപ്പെടുമായിരുന്നു. നിൻ്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ കൈ നീട്ടി അവിടെ സുഖം പ്രാപിക്കാമായിരുന്നു. പക്ഷേ ഈശോ അതല്ല ചെയ്തത്, അവനെ നടുവിലേക്ക് വിളിക്കുക ചെയ്തത്. എന്തുകൊണ്ടായിരിക്കും ഈശോ അവനെ നടുവിലേക്ക് വിളിച്ചത്? അവനും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൻ്റെ അത്രയും മഹത്വം അവനുണ്ട്. മറ്റുള്ളവർ പാപിയായിട്ട് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെടുമ്പോഴും രോഗിയായി തീർന്നതിൻ്റെ ശാപം പിടിച്ച വ്യക്തിയായിട്ട് കണക്കാക്കുമ്പോഴും ദൈവം അവനെ ശാപം പിടിച്ച വ്യക്തിയായിട്ടല്ല, അവനെ ദൈവത്തോളം വിലയുള്ളവനായി ഈശോ കാണുകയാണ്. ദൈവത്തോളം തിരഞ്ഞെടുക്കപ്പെട്ട ആ ജനത്തിൻ്റെ അത്രയും വിലയുള്ളവനായിട്ട് ഈശോ കാണുകയാണ്. അതുകൊണ്ടാണ് അവനെ ദേവാലയത്തിൻ്റെ നടുവിലേക്ക് വിളിക്കുന്നത്. എന്നിട്ടാണ് ഈശോ പറയുന്നത്, കൈ നീട്ടുക. യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ ഈശോ അവൻ്റെ കൈ നീട്ടി അവനെ സുഖപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോളം വിലയുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തോളം വിലയുള്ളവരാണ് മറ്റുള്ളവർ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ കൂടെ വസിക്കുന്നവർ ദൈവത്തോളം വിലയുള്ളവരാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ, എനിക്ക് അവരെ സ്നേഹിക്കാൻ, അല്ലെങ്കിൽ അവരോട് നന്നായി സംസാരിക്കാനായിട്ട് പറ്റും, നന്നായി അവരോട് പെരുമാറാനായിട്ട് പറ്റും, അവർക്ക് നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്ന് ഒരുപക്ഷെ പലപ്പോഴും ഈ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്, ഈ വില നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മളിൽ തന്നെ പലപ്പോഴും മോശമായ പ്രവർത്തികളും പെരുമാറ്റങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. ദൈവത്തോളം വിലയുള്ള ഒരു മനുഷ്യനെ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ എങ്ങനെ അവനെ കൊല ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ ചുറ്റുപാട് നോക്കുമ്പോൾ അനേക തരത്തിലുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവത്തിൽ ദൈവത്തോളം വിലയുള്ളവരായി മറ്റുള്ളവരെ കണ്ടിരുന്നെങ്കിൽ, അവരുടെ ജീവനെ കണ്ടിരുന്നെങ്കിൽ, അവരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുവാനായിട്ടോ ആക്രമിക്കുവാനായിട്ടോ നമുക്ക് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയില്ല. അങ്ങനെ കഴിയാതിരിക്കണമെങ്കിൽ ദൈവം കൊടുത്ത വില മനുഷ്യന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. യോഹന്നാൻ സ്ലീഹ പറയുന്നില്ലേ, ദൈവം നമ്മളോട് അനന്തമായ കാരുണ്യം കാണിച്ചിരിക്കുന്നു. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ദൈവത്തോളം വിലയുള്ളവരാണ്, ദൈവമക്കളുടെ സ്ഥാനത്ത് തന്നെയാണ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളിൽ വർഗീയമായി കാണുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. ജാതി മത വ്യത്യാസത്തിൽ ഒരു മനുഷ്യനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. എല്ലാവരും ദൈവത്തോളം വിലയുള്ളവരാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ടാണ് നമുക്ക് സാധിക്കുക. ആരെയും നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് കഴിയുകയില്ല. ആരെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയുകയില്ല. ആരെയും നമുക്ക് കുറ്റം വിധിച്ച് മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല. കാരണം അവൻ ദൈവത്തോളം വിലയുള്ളവനാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നാം പരിചയപ്പെടുത്തുമ്പോൾ, മറ്റവർക്ക് പരിചയപ്പെടുത്തുമ്പോൾ അവരിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ ഒരു രോഗിയെ സന്ദർശിച്ച ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ടീനേജ് എന്നൊക്കെ പറയാം നമുക്ക്. അവന് മാരകമായ രോഗം പിടിപെട്ടിട്ടാണ് അവൻ മെഡിക്കൽ കോളേജിൽ വരുന്നത്. ലുക്കേമിയ എന്ന് പറയുന്ന അസുഖമാണ്. ഈ രോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് നിരാശനായി, ആരുമില്ലാതെ, എന്നുവെച്ചാൽ അപ്പനും അമ്മയൊക്കെ അവനെ ഉപേക്ഷിച്ചാണ്, അവൻ അനാഥനാണ്. ഈ അനാഥ പയ്യനെ അവൻ്റെ ഏതാനും സുഹൃത്തുക്കൾ ബോധം കെട്ട് വീണപ്പോൾ മെഡിക്കൽ കോളേജിലാക്കിയിട്ട് അവരെല്ലാം പോവുകയും ചെയ്തു. ആരുമില്ലാതെ കിടക്കുന്ന ഈ മകൻ മരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവന് രക്തം കൊടുക്കുവാനായിട്ടും അവന് മറ്റു കാര്യങ്ങളൊക്കെ സഹായം ചെയ്യുവാനായിട്ടുമുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബ്ലഡ് ബാങ്കിന് മുമ്പിൽ നിന്ന് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ 2 മാസത്തോളമായി അവിടെ എത്തിയിട്ട്. ഈ 2 മാസത്തിൻ്റെ ഇടയിൽ അവന് ആഴ്ചയിൽ 5 ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. പക്ഷേ അവൻ്റെ കയ്യിൽ പണമില്ല, പുറത്തുനിന്ന് മരുന്ന് വാങ്ങണം, അവൻ്റെ പണമില്ല. പക്ഷേ ഒരു ദിവസം പോലും അവൻ്റെ ഇഞ്ചക്ഷൻ മുടങ്ങിയില്ല. കാരണം സാമ്പിൾ മരുന്ന് കൊടുത്തുകൊണ്ട് ഡോക്ടർമാർ അവനെ സഹായിച്ചു. ഒരു നേരം പോലും അവൻ്റെ ഭക്ഷണം മുടങ്ങിയില്ല. അവിടെ മെഡിക്കൽ കോളേജിൽ ബ്രെഡും മുട്ടയൊക്കെ കിട്ടുന്നുണ്ട്, അത് ഒരു നേരം കഴിക്കാനുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിൽ ആഹാരം മേടിക്കാൻ അവൻ്റെ കയ്യിൽ പണമില്ല. പക്ഷേ അവൻ്റെ തൊട്ടടുത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു അപ്പച്ചനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അവർക്ക് കൊണ്ടുവരുന്ന ഒരു ആഹാരത്തിൽ നിന്നൊരു പങ്കെടുത്ത് ഇവനെന്നും കൊടുക്കുമായിരുന്നു.
അവൻ്റെ ശരീരത്തിൽ ഞാൻ കടന്നു ചെല്ലുമ്പോഴേക്കും ഏതാണ്ട് 25 കുപ്പി രക്തത്തോളം കയറിക്കഴിഞ്ഞു. ആരുമില്ല സ്വന്തക്കാരായിട്ട് ബന്ധുക്കാരായിട്ട് കടന്നു വരുവാനായിട്ട്. പക്ഷേ അനേകരെ പലരിലൂടെയും അവിടെ കൂട്ടിക്കൊണ്ട് വരികയാണ്, അല്ലെങ്കിൽ അവനത് ലഭിക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നീ ദൈവത്തിൻ്റെ പൊന്നോമനയാണ്, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ഇത് പറയുമ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു. ഞാൻ അവനെ സഹായിച്ചത് കൊണ്ടല്ല, അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ സ്നേഹം, അവനും ഒരു ദൈവമകനാണെന്നുള്ള ഒരു വലിയ ചിന്ത, അല്ലെങ്കിൽ ദൈവം അവനെ സ്നേഹിക്കുന്നു എന്നുള്ള അവൻ്റെ ആ വലിയ മനസ്സ്, അതവനെ സന്തോഷിപ്പിച്ചു. അവൻ പറഞ്ഞു, ചേട്ടായി, ഞാൻ കരയുന്നത് സങ്കടം കൊണ്ടല്ല കേട്ടോ, സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണുകൾ നിറയുന്നത്. സന്തോഷം നിറയാനിടെ രോഗത്തിൻ്റെ പീഡനങ്ങളൊക്കെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ വേദനകളൊക്കെ അവന് നിലനിൽക്കുമ്പോഴും അവൻ്റെ മനസ്സ് സന്തോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഓരോ രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ശപിക്കപ്പെട്ടവരാണെന്നും ഞങ്ങൾ ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്നും മറ്റുള്ളവരെ വെറുക്കപ്പെട്ടവരാണെന്നുള്ള ധാരണയിൽ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. അവരെ അങ്ങനെ സമൂഹം കാണുന്നുമുണ്ടായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ അവരെ കാണാൻ കഴിഞ്ഞാൽ, ദൈവം അവർക്ക് കൊടുത്ത വില കൊടുക്കാൻ കഴിഞ്ഞാൽ, ദൈവം അവരെയും വിലയ്ക്ക് വാങ്ങിയവരാണെന്ന് കാണാൻ കഴിഞ്ഞാൽ, ദൈവത്തോളം വിലയുള്ളവരാണെന്ന് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, നമുക്കും അവരെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കും. നമുക്കും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അവർക്കും നമുക്ക് നന്മ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയുള്ളവരും ദൈവത്താൽ ഞങ്ങൾ ശപിക്കപ്പെട്ടവരല്ല, ദൈവത്താൽ മാറ്റി നിർത്തപ്പെട്ടവരല്ല, ദൈവത്തോളം വിലയുള്ളവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, രോഗബാധിതമായ ശരീരമായിക്കോട്ടെ, രോഗബാധിതമായിട്ടുള്ള എൻ്റെ ജീവിത അവസ്ഥയായിക്കൊള്ളട്ടെ, ഞാൻ ദൈവത്തോളം വിലയുള്ളവനാണെന്ന് കരുതുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കുകയാണ്, വലിയ സമാധാനം ലഭിക്കുകയാണ്. ഈ ഒരു സമാധാനത്തിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. ഈ ഒരു സമാധാനം കൈവരിക്കുവാനായിട്ടാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈശോ പറയുന്നു, നീ വില കൊടുത്ത് വാങ്ങപ്പെട്ടവനാണ്, എൻ്റെ വിലയാണ് ഞാൻ നിനക്ക് നൽകിയത്, എൻ്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വില കൊടുത്ത് നിന്നെ വാങ്ങിയതുകൊണ്ട് നീ എൻ്റെ ഒപ്പം വിലയുള്ളവനാണ്, വിലയുള്ളവളാണ്. ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഇത് ബോധ്യമായി നമ്മുടെ ഉള്ളിൽ കടന്നു വരാൻ കഴിഞ്ഞാൽ, ഇതൊരു വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പരാതികളില്ലാത്ത ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് സാധിക്കും. ശപിക്കപ്പെടാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരെ ശപിക്കാത്ത ഒരു ജീവിതമായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. ശപിക്കപ്പെട്ട ഒരു ജീവിതമാണല്ലോ എന്നുള്ള നിരാശയിൽ നിന്ന് മാറി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണല്ലോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും. അങ്ങനെ ഈ അനുഗ്രഹത്തിൻ്റെ വഴികൾ തേടാൻ, ഈ അനുഗ്രഹത്തിൻ്റെ പാത സ്വീകരിക്കുവാനായിട്ട് ഈശോ ഇന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ഈശോയ്ക്ക് അറിയാം, അതുകൊണ്ടാണ് ആ കൈശോഷിച്ച മനുഷ്യനും അത്രയും വില ഈശോ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും മാറ്റി നിർത്തപ്പെട്ടവരല്ല, നമ്മൾ ആരും ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നാം ആരും ശപിക്കപ്പെട്ടവരല്ല, നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തോളം വില നൽകിക്കൊണ്ട്, ദൈവത്തോളം വില നമുക്ക് നൽകിക്കൊണ്ട്, ഈശോയോടൊപ്പം വില നമുക്ക് നൽകിക്കൊണ്ട്, അവൻ്റെ രക്തത്തിൻ്റെ വില നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ വില മനസ്സിലാക്കുവാനായിട്ട്, ദൈവം എനിക്ക് നൽകിയ വിലയെ ഉൾക്കൊള്ളുവാനായിട്ട്, ദൈവം എനിക്ക് നൽകിയ ഈ വിലയെ മനസ്സിലാക്കുവാനായിട്ടാണ് ഇന്ന് നാം പ്രാർത്ഥിക്കേണ്ടത്. നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം, ഈശോയുടെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചൊരിഞ്ഞ ഈശോ, അത്രമാത്രം വില നൽകിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ച ഈശോ, ഈശോയെ, ദൈവത്തോളം വിലയുള്ളവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ദൈവം ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതാണ്, വില കൊടുത്ത് വാങ്ങിയതാണ്. ആ വില മനസ്സിലാക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശപിക്കപ്പെട്ടവരാണെന്നുള്ള നിരാശയിൽ നിന്ന്, ദൈവം പോലും ഞങ്ങളെ ഉപേക്ഷിച്ചതാണെന്നുള്ള ചിന്തയിൽ നിന്ന് മാറി, ദൈവത്തോളം വില നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ഒരു ദൈവമാണ് എനിക്കുള്ളത്, ആ വിലയാണ് എനിക്കുള്ളത് എന്ന് മനസ്സിലാക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ ഈ വില കാണുവാനായിട്ടും എന്നെ സഹായിക്കണമേ. ദൈവത്തോളം വിലയുള്ളവരാണ് എൻ്റെ ചുറ്റുപാടുമുള്ളവർ. എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർ ദൈവത്തോളം വിലയുള്ളവരാണ്. എൻ്റെ ചുറ്റുപാടുമുള്ളവരിൽ ദൈവത്തോളം വിലയുള്ളവരാണ്. അങ്ങനെ കാണുവാനായിട്ടും, അങ്ങനെ അവരെ സ്നേഹിക്കാനായിട്ടും, അങ്ങനെ അവരെ ഉൾക്കൊള്ളുവാനായിട്ടും എനിക്ക് കൃപ തരണമേ. എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.